കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ. ഇന്നിപ്പോൾ കണ്ണൻ്റെ ഏട്ടൻ്റെ പിറന്നാളാണ്. നെന്മിനി ബലരാമക്ഷേത്രത്തിൽ ഗംഭീര ഉത്സവമാണ്. അപ്പോൾ രാവിലെ അങ്ങോട്ട് പോയിരുന്നു. മേളമൊക്കെ കണ്ടു, എഴുന്നള്ളിപ്പൊക്കെ കണ്ടു. വളരെ ഗംഭീരമായ കാര്യമായിരുന്നു. ഇനി ഉച്ചരിഞ്ഞിട്ട് വേറെ ഉണ്ട്. ഗുരുവായൂരപ്പൻ എന്താ പറയുക, ഉണ്ണിക്കണ്ണൻ ഏട്ടനെ കാണാനായിട്ട് പോവും. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. എന്തായാലും ഇന്ന് അക്ഷയ തൃതീയയാണ്. ധാരാളം ആളുകൾ സ്വർണം വാങ്ങാനൊക്കെ ആയിട്ടുള്ള തിരക്കുണ്ട്. അമ്പലത്തിൽ നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോവാം. ഏത് രൂപത്തിലാണ് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ വന്നൊന്ന് പ്രദർശനം ചെയ്യാം. ഒപ്പം ആ വെങ്കല ഗരുഡ ശില്പം കാണാം, അതേപോലെ കുചേലൻ്റെ ശില്പവും കാണാം. പിന്നീട് നമ്മൾ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അപ്പോൾ ആ കൊടിമരവും വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളൊക്കെ കണ്ട് തൊഴുത്, അടുക്കള ലക്ഷ്മി ദേവീനെയും കണ്ട് തൊഴുത് വാതിൽപ്പടി കയറുക. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കൊക്കെ കാണാം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കാം. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്നുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ചതുർബാഹുവായ വിഗ്രഹത്തിൽ കാല് പിണച്ചു വെച്ചിട്ട് കാണാറുണ്ട്. 2 കാൽപാദങ്ങൾ ഇങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്. കാൽത്തളകൾ കാണാറുണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഒരു പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉണ്ണി തന്നെയാണ്, അധികം തടിയൊന്നും ഇല്ലാത്തൊരു ഉണ്ണി. അങ്ങനെ അരമണി കിങ്ങിണിയൊക്കെ കാണാണ്ട്, കിങ്ങിണിയൊക്കെ ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ കഴുത്തിൽ ഒരു വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. ഒരു പതക്കം പോലത്തെ മാലയുണ്ട്. ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. 2 കൈ കൊണ്ടും പൊന്നോടക്കുഴലിങ്ങനെ പിടിച്ച് നന്നായിട്ട് ചുണ്ടോട് ചേർത്ത് പിടിച്ച് വേണുഗാനം പൊഴിക്കുകയാണ് മുരളീധരൻ. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. ചെറിയ ഉണ്ണിയാണ് ഇനി. അങ്ങനെ കാഴ്ച ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയാലോ നല്ല മന്ദഹാസത്തിലാണ്, നല്ല പുഞ്ചിരി. തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. ചെവിപ്പൂക്കൾ വെച്ചതിൻ്റെ അവിടെ 2 ഗോപീതിലകങ്ങൾ. പിന്നെ തിരുമുടി മാലകൾ 3 എണ്ണം ഉണ്ട്. പേര് തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ട് 3 തിരുമുടി മാല ഉണ്ട്. എന്താ വെച്ചാൽ തെച്ചിയും തുളസിയുള്ളത് 1, പിന്നെ വെളുത്ത പൂവിൻ്റെ 1, പിന്നെ വീണ്ടും തെച്ചിയുടെ മാത്രമായിട്ടൊന്ന്. അതേപോലെ 2 ഉണ്ടമാലയുണ്ട്. 2 ഉണ്ടമാല ഇതേപോലെ തന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളത്. നല്ല രസമായിട്ടുള്ള കാഴ്ച. അപ്പോൾ നമ്മളെല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെന്ന് അങ്ങോട്ട് വിചാരിക്കുക. എല്ലാവരുടെയും മനസ്സ് ഇങ്ങോട്ട് വന്നിട്ട് ആ ഗുരുവായൂരപ്പനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആ കണ്ണനെ, ആ ഓടക്കുഴലിൽ വിളിച്ച് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ ആ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ് നമ്മൾ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയൊക്കെ കണ്ട്, ചുവരിൻ്റെ മുകളിലുള്ള കണ്ണനെയും കണ്ട്, സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശൻ്റെ അടുത്ത് വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ നോക്കുക, സരസ്വതി അരയ്ക്ക്, എന്നിട്ട് പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ആ ഓദിക്കൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് ആ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ മുകളിലേക്ക് നോക്കിയാൽ നരസിംഹസ്വാമിയെ കണ്ട് തൊഴാം. പിന്നീട് ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ, ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. അതിനുശേഷം ഹനുമാൻ സ്വാമിയുടെ കണ്ട് തൊഴാം, പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി.
ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് അവിടുന്ന് വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ടു തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. താമരക്കണ്ണനെ കണ്ടു തൊഴാം. പിന്നെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്കൊക്കെ കൊടിമരം കണ്ടു തൊഴാം. പിന്നെ നൃത്താറി മണിക്കിണറും കുറൂരമ്മയും മേൽപ്പത്തൂരിനെയും വസുദേവരെയും നാരദരെയൊക്കെ ഇങ്ങനെ കണ്ടു തൊഴുത് നമ്മൾ നേരെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് നേരെ പ്രസാദ കൗണ്ടറിലേക്ക് വരിക. പ്രസാദ കൗണ്ടറിലേക്ക് വന്നിട്ട് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിനുശേഷം നമ്മൾ നേരെ എടത്തിരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോയി അമ്മയെ കണ്ട് തൊഴാം. നന്നായിട്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയ തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴുത് പ്രാർത്ഥിക്കാം. കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമഃ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹമുള്ള നാരായണാലയത്തിൽ പോയിട്ടത് കണ്ട് തൊഴാം. പിന്നീട് ഭഗവതി നടയിലും അതേപോലെ കിഴക്കേ നടയിലും വന്ന് ഭഗവാനെ ഒന്നുകൂടി നോക്കാം. പിന്നീട് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. മഹാദേവനും പാർവതീദേവീനെയും മനസ്സിൽ വിചാരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.